വിഘ്നിഷ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ അടുത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വന്ന ഒരു നിരീക്ഷണത്തെയാണ്. ദീർഘകാലമായി, അതായത് വളരെ വർഷങ്ങളായി അകന്നു കഴിയുന്ന ദമ്പതികൾ, അതായത് ഏതൊരു വിവാഹബന്ധത്തിലും വളരെയധികം വേദന ഉളവാക്കുന്നൊരു സംഗതിയാണ് വിവാഹബന്ധം പ്രായോഗികമായും എല്ലാ തരത്തിലും അകന്നു കഴിഞ്ഞ് നിർജീവമായൊരു വിവാഹബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ഒരു ദമ്പതിമാരെ നിർബന്ധിക്കരുത് എന്നാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായൊരു നിരീക്ഷണമാണ്. ഇതേ നിരീക്ഷണം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഈ അടുത്തായി കഴിഞ്ഞ ആഴ്ച വന്നൊരു വിധിയിൽ നിരീക്ഷിച്ചതായി കാണുന്നുണ്ട്. അതിനാൽ നിങ്ങൾ വളരെയധികം കാലങ്ങളായി അകന്നു കഴിയുന്ന ഒരു ദമ്പതിമാരാണെങ്കിൽ, യാതൊരു തരത്തിലും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട കോടതിയിൽ വിവാഹമോചന ഹർജി ബോധിപ്പിക്കാൻ മറക്കരുത്. കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരിക്കണം. ഇത്രയധികം വർഷങ്ങളായി അകന്നു കഴിയുകയാണെന്നും ഇനി കൂടിച്ചേരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നും രേഖപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ. തീർച്ചയായും നിങ്ങൾക്ക് വിവാഹമോചനം ലഭിക്കുന്നതായിരിക്കും. പലപ്പോഴും പങ്കാളികൾ ഇത്തരത്തിൽ അകന്നു കഴിയുന്ന സാഹചര്യത്തിലും വിവാഹമോചനം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട്. ഇത്തരം പങ്കാളികൾക്കെതിരെ ശക്തമായൊരു താക്കീതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ അടുത്ത കാലത്തായി പുലർത്തി വരുന്നത്. ആയതിനാൽ നിങ്ങൾ പരസ്പരം യാതൊരുവിധ യോജിപ്പും ഇല്ലാതെ അകന്നു കഴിയുന്ന ദമ്പതിമാരാണെങ്കിൽ വിവാഹമോചനത്തിനായി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ മടിക്കരുത്. താങ്ക് യു.